ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ഖാലൂ ബലാ, അന്നുള്ളതാകുന്ന സർവ്വ ആത്മാക്കളും വിളിച്ചു പറഞ്ഞു അത്രേ. അഥവാ ഇന്നുള്ളതാകുന്ന വ്യക്തികളും മരണപ്പെട്ടു പോയതാകുന്ന സർവ്വ ആളുകളും ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞു അത്രേ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ. അതേ പടച്ച റബ്ബേ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, നീയാണ് ഞങ്ങൾക്ക് അന്നദാനങ്ങൾ നൽകുന്നവൻ. അല്ലാഹുവേ, നീ തന്നെയാണ് അൻത റബ്ബുനാ വഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. എല്ലാം അംഗീകരിച്ചു, തൃപ്തിപ്പെട്ടു മാനവൻ, മനുഷ്യൻ. എവിടെ വെച്ച്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന ആത്മാക്കളുടെ മാത്രമുള്ള ലോകത്ത് വെച്ച്. അഥവാ നമ്മൾ ഇന്ന് വസിക്കുന്ന ലോകത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. മുമ്പൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മയില്ലല്ലോ ഉസ്താദേ, ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ നമ്മളെ. അതുകൊണ്ട് വിശ്വസിക്കൽ അനിവാര്യമാണ്. അവിശ്വസിക്കുന്നവൻ കാഫിറായി പോകും നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ, അതിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ട് കളവാക്കിയാൽ അവൻ കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രവാചകൻ ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് കൊണ്ട് വീണ്ടും വാചാലനാവുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തആറഫ മിൻഹാ യതലഫാ وما تناكر منها يختلفا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബത്തെ, മനുഷ്യനൊരു ജീവിതം അല്ലാഹു ഈ ലോകത്തിന് മുമ്പ് നൽകിയിട്ടുണ്ട് സഹാബ. ആ ലോകത്തിന്റെ പേരാണ് ആത്മാക്കളുടെ ലോകം, അലമുൽ അർവാഹ്. ഇന്ന് കാണുന്ന ശരീരമില്ലാതെ, ഇന്ന് കാണുന്നതായ ബോഡിയില്ലാതെ മനുഷ്യന്റെ ആത്മാക്കളെ മാത്രമായി റബ്ബവന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് അല്ലാഹു ജനങ്ങളോട് ചോദിച്ചു അത്രേ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ? അന്ന് സർവ്വ നിരീശ്വരവാദികളും, ഇന്നുള്ള യുക്തിവാദികളും, ഇന്നുള്ള നിരീശ്വരവാദികളും, ഇന്നുള്ള വിശ്വാസികളും, ഇന്നുള്ള അവിശ്വാസികളും എല്ലാവരും പറഞ്ഞു അത്രേ ബലാ, അല്ലാഹുവേ, നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി. ഹബീബായ നബി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദാ. ആത്മാക്കൾ വ്യത്യസ്ത കോലമാണ്, രൂപമാണ്, ഭാവമാ. ഫമാ തആറഫ മിൻഹാ യതലഫാ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവർ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഈ ദുനിയാവിൽ വെച്ച് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടുമുട്ടും. وما تناكر منها يختلفا. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ, പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല. ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ട്, അവരെ എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകളെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. നബിയുനാ റസൂലുള്ളാഹി ചുരുക്കത്തിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ റബ്ബിനെ അംഗീകരിച്ചു തൃപ്തിപ്പെട്ടു. അള്ളാഹു നീ പറയുന്ന ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നീയാണ് സംരക്ഷകനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ മനുഷ്യൻ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുന്യാവിലേക്ക് വന്നപ്പോ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ, ഉടമ്പടികളൊക്കെ മനുഷ്യൻ പൊളിച്ചു കളഞ്ഞു, ഒക്കെ മറന്നു കളഞ്ഞു. അത് ഓർമ്മിപ്പിക്കലാണ് ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന സ്മരണയോട്. ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതമാണ്. മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ 5 പഠിപ്പിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ 5 ജീവിതഘട്ടങ്ങൾ വെച്ച് ഏറ്റവും നിന്ദ്യവും നിസാരവുമായ ജീവിതം ഏതാണ്? ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഈ ദുന്യവിയായ ജീവിതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള ലോകങ്ങളിലേക്ക്, അവിടെയുള്ള ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലുള്ള പ്രായം മാത്രമാണ് നമുക്ക് ഈ ദുന്യവിലുള്ളത്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60ന്റെയും 70ന്റെയും ഇടയിലാണ്. കുറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്? ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക? അത് മരണത്തെ കുറിച്ചുള്ള സ്മരണയോടുകൂടിയോ മരിക്കുമെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി നന്മയിലേക്ക് തിരിയും. തീർച്ചയായും. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഉദ്കുറു ഹാദിമിൽ ലദ്ദാ, സർവ്വ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് മുതഅല്ലിമീങ്ങളല്ലാത്തവർ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും എപ്പോഴും സദാസമയവും മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ഇന്നത്തെ സുദിനത്തിൽ മരണത്തെ കുറിച്ച് ചിന്തിച്ചവരുണ്ട്? നമ്മുടെ വാപ്പ മരണപ്പെട്ടാലും, ഉമ്മ മരണപ്പെട്ടാലും, കുടുംബാദികൾ മരണപ്പെട്ടാലും, സഹോദരങ്ങൾ മരണപ്പെട്ടാലും നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ളത് ചിന്തനീയമാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ഒരു ചിന്തയും കടന്നു വരുന്നില്ല. ആര് മരിച്ചാലും അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ മയ്യത്ത് എന്നാണ് എടുക്കുക, അദ്ദേഹത്തിന്റെ ജനാസ എന്നാണ് എടുക്കുക. ഇതാണ് നമ്മുടെ മനസ്സിലെ ചോദ്യവും നമ്മുടെ നാവിലെ ചോദ്യവും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിലേക്ക് മരണം വരുന്നില്ല. ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാൾ പോലും ബാക്കിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ പടച്ചു. സൂർ എന്ന മഹത്തായ കാഹളത്തെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലൂടെ 3 ഊത്താണ് മൊത്തത്തിൽ ഊതപ്പെടുക. അതിൽ ഒന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതിനെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് നഫ്ഖത്തുൽ ഫസ്അ, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. بسم الله الرحمن الرحيم ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله. സൂർ എന്ന
കാഹളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. എന്തിനു വേണ്ടി? ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. ആ ഊത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ കൊണ്ടുപോകുന്ന ആശയത്തിലേക്ക് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിലുള്ള ഇൽമു നമുക്ക് കരഗതമാക്കാൻ പറ്റൂ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ ഇരുത്തം അവസാനം വരെ ഉണ്ടാവണം. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് വിട്ടുപിരിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരും. ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതിയാൽ നിങ്ങൾക്ക് മരണമുണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു ആയത്ത് 3 പ്രാവശ്യം ആ ആയത്ത് മറക്കാതെ ഓതിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ സമയം വരെ ദീർഘായുസ്സുണ്ടാകും, ആഫിയത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും, മരണമുണ്ടാവുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് സദസ്സിന്റെ അവസാനം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ. നല്ലതുപോലെ ശ്രദ്ധിക്കും. ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലെ മൊത്തത്തിലുള്ള ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മേലുള്ള കൽപ്പന 3 ഊത്താണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള സർവ്വ ആളുകളെയും പേടിപ്പിക്കുക. നഫ്ഹത്തുൽ ഫസ്അ്, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് നഫ്ഹത്തുസ് സഖ്ഖ്, സർവ്വ ജനങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഊത്താണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ഫസ്ഇനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെയും 2, 3 ഊത്തിനെ കുറിച്ച് സൂറത്തു നംലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഏതുമായിക്കോട്ടെ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും 3ാമത്തെ ഊത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ഇല്ലാ മൻ ശാ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സൂർ എന്ന കാഹളത്തെ അല്ലാഹു പടച്ചു അത്രേ. ആ സൂർ എന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊതുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിക്കുമത്രേ, പേടിക്കുമത്രേ. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമത്രേ. വകുല്ലുന തൗബു താഖിരീൻ, റബ്ബിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിലുകൾ അടയ്ക്കുമത്രേ. ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. 2 അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഖ്ബലുല്ലാഹു തൗബത അബ്ദിൻ ബിസഅതൈൻ, 2 അവസ്ഥയ്ക്ക് മുമ്പായിട്ട് തൗബ ചെയ്യണം. ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തേത് സക്കറാത്തുൽ ഹാലാണ്, മരണാസന്ന സമയമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന സമയമാണ്. രണ്ടാമത്തേത് സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് വരുമ്പോഴാണ്. ഇത് 2 എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല, മനുഷ്യനറിയില്ല. മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കും പറ്റൂല. വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ ഇഎംഎ സാഹിബ് നമുക്ക് ദൃക്സാക്ഷിയാണ്. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് ഓർമ്മയിലുണ്ട്. വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ 27-ാം
രാവിലെ ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി പള്ളിയുടെ അകത്തലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാനൊക്കൂല. ഒന്നാമത്തെ ഊത്തങ്ങോട് കേൾക്കുന്നതോടുകൂടി സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കേൾക്കുന്നതോടുകൂടി ജനങ്ങൾ മുഴുവനും പേടിക്കാൻ, എല്ലാവരും പേടിച്ച് നിലകൊള്ളുക. അങ്ങനെ 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള സമയം 40 സന, 40 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓതി കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതി കഴിഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമത്രേ, ചത്തൊടുങ്ങുമത്രേ. ഇല്ലാ മാ ശാ അല്ലാഹ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മാ ശാ അല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകും, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ വിശുദ്ധ ഖുർആൻ. ഈ ലോകത്തുനിന്ന് എല്ലാവരും മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇല്ലാ മൻ ശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല, മരണപ്പെടൂല. അതാരൊക്കെ അവരെ പഠിക്കണ്ടേ? അവർ മരണപ്പെടുവോ? എല്ലാവരും മരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാഹു ഖുർആനിൽ എന്താ ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എന്ന് പറഞ്ഞത്. അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അല്ലാഹു മരിപ്പിക്കുക. അവരെ പഠിക്കൽ അനിവാര്യമാണ്. അതിലൊന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാം. നമുക്ക് റിസ്ഖും മഴയൊക്കെ നൽകുന്ന മലക്ക്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ്. രാവിലെ 9 മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് 8 മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എത്ര മണിക്കൂർ യാത്ര? 11 മണിക്കൂർ യാത്ര. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ, ഏകദേശം 12. ഇത്ര യാത്രയല്ല. ഉസ്താദ്മാര് വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ്, മൂപ്പർക്ക് ഇങ്ങനെ വരും, റാഹത്തല്ലേ അവർക്ക് വരെ. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് ചോദിക്കും. മിക്കവരും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഞാൻ ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ്. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച ബേക്കലിൽ വക്കാമുറൂസ് സമാപനമാണ്. അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെ ചെയ്യണം. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം മാനന്തവാടി, വയനാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കോമഡി പറഞ്ഞ് പാട്ടുപാടി നമ്മൾ സമയം കളയൂല. ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ പിമ്പലവും അതാണ് നമ്മുടെ സദസ്സ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. മണവാട്ടി ബീവിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു ജീവിതം നമുക്ക് നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു മരണവും നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അല്ലാഹു അടുത്ത പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട്
അതുകൊണ്ടാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അല്ലാഹു വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ആ മക്ബറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുമ്പോൾ തന്നെ ഒരു ഇടിമിന്നലേക്കുന്നത് പോലെയാണ്. എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ് സൂറന്ന കാഹളത്തിലൂടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ. രണ്ടാമത്തെ ഊത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. ആ ചിലരാരൊക്കെയാണ്? ഒന്ന് മഹാനായ മീകാഈൽ അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിവറുകളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് എത്ര ആളുകളാണ്. അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തേത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ് ഇസ്രാഫീൽ? സൂറന്ന കാഹളത്തിൽ ഊതുന്ന വ്യക്തി. നാലാമത്തേത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. എല്ലാവരെയും അല്ലാഹു മരിപ്പിച്ചു. ഖിയാമത്ത് നാളിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ അതൊന്നും കൂടെ പറയുന്നില്ല. ഇതൊക്കെ പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ, ചില ആളുകൾ ഒഴികെ എന്ന് അല്ലാഹു പറഞ്ഞു. അതിൽപ്പെട്ട 4 ആളുകളെയാണ് ഞാൻ വിശദീകരിച്ചത്. ഇതല്ലാതെ മറ്റൊരു റിവായത്തിൽ കാണാം, ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. ഏതുമായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഘട്ടം ഘട്ടമായി മരിപ്പിക്കാൻ പോകും. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയും, മുത്തിയാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ നീ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഊരപ്പെടുകയാണ്. അല്ലാഹ്. രണ്ടാമതായി മഹാനായ മീകായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാ. മൂന്നാമതായി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുമത്രേ. സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തൂതി നിൽക്കുന്നതായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. നീയും മരിക്കൽ അനിവാര്യമാണ്. കാരണം ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ഇവിടെ മരിപ്പിച്ചു. ഇനി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് മഹാനവരുകൾ മൂന്നാമത്തെ ഊത്തൂതം പറയും. അതിനുശേഷമാണ് എല്ലാ ആളുകളെയും ഓരോരുത്തരെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാരെയും മരിപ്പിക്കാൻ 3 ഊത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന് പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തെ പുനർജീവിപ്പിക്കാനുള്ളത്. ആ ഊത്ത് ഊതാണെങ്കിൽ ഉസ്താദ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിച്ച പിന്നെ അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് അല്ലാഹു പുനർജീവിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ഊതാൻ പറയും. അതിനുശേഷമാണ് ബാക്കിയുള്ളവ മുഴുവൻ ആളുകളെയും അല്ലാഹു എഴുന്നേൽപ്പിക്കുക ഖബറിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നാലാമത്തതായി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു. അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ അസ്റായീൽ, മുത്തിയാ അസ്റായീൽ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അല്ലയോ അസ്റായീലേ, അസ്റായീലേ നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദ്ഹബു ഇലാ മൗദിൻ ബൈനൽ ജന്നതി വന്നാർ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മരിപ്പിച്ചതായ അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കം മണവാട്ടി ഉറൂസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പ് അസ്റായീലിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ ഊരിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അസ്റായീലിന്റെ ആത്മാവിനെ ഊരുന്ന രംഗമാ അസ്റായീൽ അലൈഹിസ്സലാം മരിക്കുന്ന രംഗമാണ്, രംഗമാണ്. ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയഗ്സിഉ മിൻഹു റൂഹഹു, അസ്റായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം അട്ടഹസിച്ചുകൊണ്ട് പറയുമത്രേ, യാ അല്ലാഹുവേ, പടച്ചറപ്പേ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർരിഫഖി യാ അല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ വളരെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്, ഞാൻ ഉരുമായിരുന്നില്ല അല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിന് തന്റെ ശരീരത്തിൽ ആത്മാവിനെ വീഴപ്പെടുമ്പോ വല്ലാത്ത വേദനയാണ്, വേദനയാ. ഫയസിഹു സൈഹാ, റസൂലുള്ളാഹി പറയുകയാണ്, വല്ലാത്തൊരു അട്ടഹാസത്തോടു കൂടിയായിരിക്കും അസ്റായീലിന്റെ അന്ത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി വല്ലാത്തൊരു അട്ടഹാസമായിരിക്കും അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മരണം. മുഹമ്മദ് മുസ്തഫ എന്നിട്ട് അദ്ദേഹം പറയും, പടച്ചറബ്ബേ, ഇത്രത്തോളം വേദനയുണ്ട് മരണത്തിനെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ ആത്മാവിനെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ ഊരുമായിരുന്നില്ല റബ്ബേ, ഭയങ്കര വേദനയായി പോയല്ലോ എന്ന് അദ്ദേഹം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോളി, മനസ്സിലായിക്കോളി. ഈ ലോകത്ത് നിന്നും മരണ പറയാത്ത ഒരാളും ഉണ്ടാവൂല, ഒരാളും ഉണ്ടാവുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോ അവന്റെ അടുക്കലേക്ക് 5 മലക്കുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തി നിൽക്കുന്ന സമയത്ത് 5 മലക്കുകൾ കടന്നു വരും. ഹബീബ് മുഹമ്മദ് മുസ്തഫ قال رسول الله صلى الله عليه وسلم إذا كان ابن آدم في سياق الموت بعث الله إليه 5 من الملائكة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് മരണാസന്നമായി കടക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവസാന സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ, അവന്റെ ശരീരത്തിൽ ആത്മാവിനെ മലക്കുകൾ വേർപെടുത്താൻ വേണ്ടി നിൽക്കുമ്പോ അല്ലാഹു ഇലൈഹി 5 മിനൽ മലായിക, 5 മലക്കുകളെ അല്ലാഹു അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 മലക്കുകൾ വരും. എന്നിട്ടോ ഓരോ മലക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇതൊക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ മരിക്കാൻ പോകണ്ടേ? നമ്മൾ മരിക്കല്ലേ? ഈ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇഞ്ചിഞ്ചായിട്ട് ശരീരത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ? ഓരോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ? യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടേ? നമ്മള് മരിക്കാതെ ഈ ലോകത്ത് ഒരാൾ പോലും ശേഷിക്കൂല, ഒരാൾ പോലും ശേഷിക്കൂല. അങ്ങനെ ശേഷിക്കുമായിരുന്നെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഇന്നും ഉണ്ടായി. ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോയില്ലയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് പറയുകയാ, യാ ആയിഷ ഇന്നലിൽ ലസകറാ. ആയിഷ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരും ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ശാശ്വതത്വം കിട്ടുമെന്ന് കാസർഗോഡുള്ള ചെറുപ്പക്കാരാ നീ ചിന്തിക്കേണ്ടതില്ല. പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവരെ പണം കൊണ്ട് പരദീസിൽ വിരാജിച്ചതായ എത്രയെത്ര ആളുകൾ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖാറൂൻ അതിന് ഉദാഹരണമല്ലയോ? പണം കൊണ്ട് അഹങ്കരിച്ചവരല്ലയോ? പണം കൊണ്ട് പടച്ചറപ്പിന്റെ പവറിനെ വിലക്ക് പറഞ്ഞപ്പോ അവരെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും ആകാശത്തിന്റെ അടിയിലേക്ക് ഭൂമിക്കടിയിലേക്ക് അല്ലാഹു ആഴ്ത്തി കളഞ്ഞില്ലയോ? അവനെ നശിപ്പിച്ചില്ലയോ? അവനെ കൊന്നുകളഞ്ഞില്ലയോ? നമ്രൂദ് എവിടെ പോയി സഹോദര? ഫിറഔൻ എവിടെ പോയി സഹോദര? ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദിനെ പോലും അല്ലാഹു നിന്യമായി നിസാരമായി അല്ലാഹു കൊന്നുകളഞ്ഞില്ലയോ? അല്ലാഹു വധിച്ചു കളഞ്ഞില്ലയോ? എത്ര ഏകാധിപതികൾ, എത്ര സ്വേച്ഛാധിപതികൾ ഈ ലോകത്തുണ്ടായിരുന്നു. അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ? എന്താ പഠിക്കാത്തത്? ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി എലിയെ നമ്മൾ വല വെച്ച് പിടിച്ചിട്ട് കെണി വെച്ച് പിടിച്ചിട്ട് എലിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാ? ചെല്ല് വെള്ളത്തിൽ മുക്കി കൊല്ലും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എലിയുടെ ശല്യമായിട്ടാണ് ഫിറഔനെ മനസ്സിലാക്കിയത്. ചെങ്കടൽ മുക്കി കൊന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്. ചരിത്രകാരന്മാർ എരിഞ്ഞു വെക്കുന്നു. മുഴുവൻ ആളുകളും ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ആളുകളും സ്വേച്ഛാധിപതികളാകുന്ന ആളുകളെയൊക്കെ അല്ലാഹു നശിപ്പിച്ചത് വളരെ നിന്ദ്യമായിട്ടല്ലേ, നിസ്സാരമായിട്ടല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ നമ്രൂദിനെ അല്ലാഹു കൊന്നുകളഞ്ഞത് എങ്ങനെയാ നശിപ്പിച്ചത്? ഫിറഔനെ നശിപ്പിച്ചത് ഒരുപക്ഷെ പലർക്കും അറിയാം. നമ്രൂദിനെ എങ്ങനെയാ കൊന്നുകളഞ്ഞത് പലർക്കും അറിയില്ല. ഒരു ചെറിയ ഈച്ചയെ അവന്റെ നാസ്വാധാരത്തിലൂടെ അവന്റെ മൂക്കിലൂടെ തലച്ചോറിനുള്ളിലേക്ക് അല്ലാഹു കയറ്റിവിട്ടു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ഈച്ചയെ അവന്റെ മൂക്കിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് റബ്ബ് കയറ്റിവിട്ടു. ആ ഈച്ച തന്ന് തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കുകയാണ്, മുട്ടയിട്ട് പെരുകുകയാണ്. ഒന്നിലധികം ഈച്ചകൾ, ആയിരക്കണക്കിന് ഈച്ചകൾ തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കാൻ. ഈച്ചകളോ തലച്ചോറിൽ എന്താ ഈ പറയുന്നത്? ചത്തുപോയില്ല, ഈച്ച ചത്തുപോയി. എടാ, നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് 9 മാസക്കാലം നിനക്ക് ആഹാരം നൽകുക പ്രിയപ്പെട്ട റബ്ബിന് തലച്ചോറിനുള്ളിൽ ഒരു ഈച്ചയല്ല, ആയിരക്കണക്കിന് ഈച്ചകൾ വസിപ്പിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട്. റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നീ സംശയിക്കേണ്ടതില്ല. അല്ലാഹു ഉദ്ദേശിച്ച വസ്തുവല്ലേ മരിക്കുള്ളൂ. ചിന്തിച്ചു നോക്കും, മൂക്കിനുള്ളിലൂടെ ഒരു മൂക്കിനുള്ളിലേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ, ഒരു ഈച്ച കയറിയാൽ, നമ്മുടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എന്തൊരു വെപ്രാളമായിരിക്കും മനുഷ്യരുണ്ടാവും. ഇവിടെ നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന വ്യക്തിയുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിനുള്ളിലേക്ക് ഒരു ഈച്ചയെ കടത്തിവിട്ടു റബ്ബ്. ആ ഈച്ച തന്ന് തലയ്ക്കുള്ളിൽ പെറ്റുപെരുകയാണ്, മുട്ടയിട്ട് പെരുകയാണ്. ഒന്നിലധികം ഈച്ചകളായി ഉറങ്ങാൻ സാധിക്കാത്ത രാവുകളാണ് നമ്രൂദിനെ അല്ലാഹു സമ്മാനിക്കുന്നത്. എന്തിന്റെ പേരിൽ? തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആശയം ഈ ലോകത്ത് സംവിധാനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തെ കുറിച്ച് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്, മൈലുകൾക്ക് മീലെ ഒരു പക്ഷി ഏതെങ്കിലും ഒന്ന് പറന്നുപോയാൽ അതിന്റെ ചിറക്, അതിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞ് ആ പക്ഷി അതിലേക്ക് വീഴുമായിരുന്നു. അത്രത്തോളം ചൂട്, അത്രത്തോളം മൈലുകൾക്കകരെ എത്തുന്നതാകുന്ന തീജ്വാലകളായിരുന്നു അതിൽ നിന്ന് പോയിരുന്നത്, അതിൽ നിന്ന് നിർഗളിച്ചിരുന്നത്.
കിലോമീറ്ററുകൾ ദൂരത്തിൽ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റാതായില്ലേ? അവസാനം ഇബ്ലീസ് തന്നെ വന്നുകൊണ്ട് മനസ്സിൽ വന്ന് കുതന്ത്രം ചെയ്തു. അതല്ല, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നും ചരിത്രമുണ്ട്. നമ്രൂദിനോട് പറഞ്ഞു, നിനക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുക്കാൻ സാധിക്കൂല. തീക്കുണ്ടാരത്തിലേക്ക് അടുത്തെങ്കിലല്ലേ അതിന്റെ നടുക്കോട്ടിടണ്ടേ? അടുക്കോട്ടിടണമെങ്കിൽ അടുക്കാൻ പറ്റുന്നതിന്റെ അടുക്കേണ്ട ആളുകളുടെ ശരീരത്തിന്റെ തോലുകളും ശരീരത്തിൻ്റെതാകുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളും ഒക്കെ കരിച്ചു കളയുന്ന നിലയ്ക്കുള്ള ചൂടായപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ദുർബോധനം നടത്തി. എടാ, നീ ചെയ്യേണ്ടത് ഒരു പെട്ടിക്കകത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കിടത്തിയിട്ട് ആ പെട്ടി വലിയൊരു അമ്പുമ്പിലേക്ക് ചേർത്ത് വെച്ചിട്ട് 10 ആളുകൂടെ അമ്പ് ചെയ്ത് വിടണം. അങ്ങനെ അമ്പ് ചെയ്തിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം. ഏതുമായിക്കോട്ടെ, അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാര തൗഹീദിനെതിരെ നിർമ്മിച്ചതായ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യുന്നത് ഒരു ചെറിയ ഈച്ചയെ കൊണ്ടാണ്. ഈച്ച വന്ന് തലച്ചോറിനുള്ളിൽ അള്ളിൽ പിടിക്കാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത രാവുകൾ. തന്റേതാകുന്ന ജോലി, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പിശുങ്കരന്മാർ ഡോക്ടർമാരെ മുഴുവനും വിളിച്ചു വരുത്തി അവരോടായിട്ട് ഇതിന്റെ എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം, ഈച്ചയെ കൊന്നുകളയണമെന്ന് ആവശ്യപ്പെട്ടു. അവർ മൂക്കിലൂടെയും നാക്കിലൂടെയും ചെവിയിലൂടെയൊക്കെ മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടും ഈച്ചയ്ക്ക് കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഈച്ചയെ അതിനുള്ളിൽ അധിവസിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, അല്ലാഹുവാണ്. കൊന്നുകളയാൻ സാധിക്കുന്നില്ല. അവസാനം എന്തു പറ്റി? അവസാനം ഡോക്ടർമാർ കയ്യിലൊരു വടി കൊടുത്തിട്ട് പറഞ്ഞു, വേദന കൂടുന്ന സന്ദർഭത്തിൽ സേവകന്മാരെ കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. അത് ആകും മരുന്ന്. ഈച്ച വന്നുകൊണ്ട് തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കുന്ന സമയത്താണ് വേദന കൂടുക. ആ വേദന കൂടുന്ന സമയത്ത് തലയിലിങ്ങനെ വെളിയിലിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക ചെറിയ വടി കൊണ്ട്. വടി കൊടുക്കുന്ന അല്ല, കട്ടിയുള്ളൊരു വടി. ആ വടി കൊണ്ട് ഇങ്ങനെ തലയിലൊരു തടി കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു തട്ടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുപോകുമേ. മരണത്തിന്റെ മുന്നിൽ നിങ്ങൾ സമന്മാരാണ്. ഒരാളെ പോലും ഈ ലോകത്ത് നിന്ന് മുന്നൂരമാകാതെ നശിക്കാതെ ഉണ്ടാവുകയില്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരാ. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞ ഏകാധിപതിയായ ഭരണാധികാരിയാണ്. അവസാനം ഉറക്കമില്ലാത്ത രാവുകളായ നമ്രൂദിന് തലച്ചോറിനുള്ളിലെ കള്ളിപ്പിടിക്കുന്ന ഈച്ചയുടെ കടികാരണമായിട്ട് നമ്രൂദിന് ഉറക്കമില്ല. തന്റേതാകുന്ന പിശങ്കരന്മാരോട് ആവശ്യപ്പെട്ട പ്രകാരം അവർ കൊടുത്തതായ വടികൊണ്ട് സേവകന്മാരടിച്ചുകൊണ്ടിരിക്കുകയാ. പാതിരാത്രി സമയത്ത് സർവരും നിദ്രയിലേക്ക് ഭവിക്കുമ്പോ നിർനിദ്രനായി ഉറക്കമില്ലാതെ നിൽക്കുന്നതായ നമ്രൂദ് തന്റേതാകുന്ന സേവകന്മാരോട് പറയുകയാണ്, ഒന്ന് തലയിലേക്ക് അടിക്കണേ, അടിക്കണേ. വേദന കൂടുകയാണ്. ദിവസങ്ങളായി മാസങ്ങളായി ഉറങ്ങിയിട്ടില്ല നമ്രൂദ്. നീര് വന്നുകൊണ്ട് മുഖത്ത് തളം കെട്ടി നിൽക്കുകയാ. അവന്റെ തലയില്ലതാ സേവകന്മാരടിക്കുകയാണ്. വേദന കൂടുകയാണ്. അടിയുടെ ശക്തിയും കൂടുകയാണ്. അവസാനം ഒരൊറ്റ അടിയോടുകൂടി അവന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. തലച്ചോറ് വെളിയിൽ വരുകയാണ്. ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രവാസ ലോകത്ത് പോയി സമ്പന്നതയുടെ പളപളപ്പിൽ വിരാജിക്കുന്നവരെ, നിന്റെ സമ്പത്ത് കൊണ്ടോ സൗഭാഗ്യങ്ങൾ കൊണ്ടോ മരണത്തെ നിനക്ക് തടുത്തു നിർത്താൻ കഴിയുകയില്ല. ജയലളിത എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര വലിയ ധനാഢ്യായിരുന്നു, എത്ര വലിയ പണക്കാരിയായിരുന്നു. പക്ഷേ അവരുടെ സമ്പത്തിനെ കുറിച്ച് ഊറ്റം കൊള്ളാൻ ഇന്ന് ഈ ലോകത്ത് ഒരാൾക്കും കഴിയുന്നില്ല. അനന്തരാവകാശികൾ പോലും ഇല്ലാതാക്കിയില്ലയോ? അല്ലാഹു അല്ലയോ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ്, ഈ ലോകത്തിന്റെ പരിപാലകൻ. കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, കോടിക്കണക്കിന് ദിർഹമുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് റബ്ബിന്റെ മാർഗത്തിൽ
ചെലവഴിക്കലുകൊണ്ടല്ലാതെ ഖബറിൽ നിനക്ക് തുണയില്ല, മഹ്ശറിൽ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ മഹത്തുക്കളെ, മഹാനർദന്മാരെ, മഹതികളെ നീ സ്നേഹിക്കല് കൊണ്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ അർത്ഥമില്ല, അർത്ഥമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. ഈ ലോകത്ത് നിന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ സവിധത്തിലേക്ക് അല്ലാഹു 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ഫയഅതീഹി മലകുൽ അവ്വൽ വറൂഹു ഫിൽ ഹുൽഖൂം. റൂഹ് തൊണ്ടക്കുഴിയിലായിരിക്കുന്നു. ഒന്നാമത്തെ മലക്കവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. ഫയസ്അലു ലഹു, അവനോട് ചോദിക്കുമത്രേ. അവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് അവനോട് വിളിച്ച് ചോദിക്കുമത്രേ, യബ്ന ആദം, ആദമിന്റെ മകനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ. എവിടെ പോയടാ പൊന്നുമോനെ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? ആ ആരോഗ്യത്തെ നശിപ്പിച്ച വസ്തു എന്താണെന്ന് മരിക്കാ കിടക്കുന്ന വ്യക്തിയോട് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ചുകൊണ്ട് 6 മണി സമയത്ത് തന്നെ അലാറം വെച്ചുകൊണ്ട് ജിംനേഷ്യത്തിലേക്ക് പോയവനല്ലയോ, തന്റെ ശരീരത്തെ സിസ്പായിക്കാക്കി എടുത്തവനല്ലയോ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി സുബഹിയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയവനല്ലയോ, വൈകുന്നേരം വരെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് സമയം കളിച്ചവനല്ലയോ, സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സിനിമാറ്റിക് ഡാൻസ് കണ്ടും റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടും സമയത്തെ നീ ചെലവഴിച്ചില്ലയോ? നിന്റെ ശരീരത്തെ ഇന്ന് മരണാസമയമായ ഈ സമയത്ത് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താ? നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി കൊടുക്കാൻ കഴിയണം, മറുപടി കൊടുക്കാൻ കഴിയണം. 5 മലക്കുകൾ വരും. അതിൽ ഒന്നാമത്തെ മലക്ക് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് നമ്മളോട് വിളിച്ചു ചോദിക്കാൻ, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ. ആദമിന്റെ മകനെ, ആദമിന്റെ മകനെ, നിന്റെ ശരീരത്തിനെന്ത് പറ്റിയടാ, നിന്റെ ശരീരത്തിനെന്ത് പറ്റിയടാ? ആ ശരീരത്തെ ഇത്ര ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? രാവിയുടെ സുബഹിയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് താത്തമാര് ഉമ്മമാര് നടക്കാൻ ഇറങ്ങുന്നില്ലയോ? കൊഴുപ്പുകൾ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയത് കൊളസ്ട്രോൾ കാരണമായിട്ടാണെന്ന് ഡോക്ടർ പറയുമ്പോ അത് കേട്ടുകൊണ്ട് രാവിലെ മണിക്കൂറുകൾ ഇറങ്ങി നടക്കുന്നതായ ഓടുന്നതായ സഹോദര സഹോദരിമാരില്ലയോ? ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവരില്ലയോ? അവരെല്ലാവരും തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവനോട് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുകയാണ്, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ? ഇന്ന് നിന്റെ ശരീരത്തെ അനക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? നിന്നെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? ജിംനേഷ്യത്തിൽ പോയി തിരിച്ചു വന്നിട്ട് 20ഉം 25ഉം കോഴിമുട്ടയുടെ അല്ലെങ്കിൽ താറാമുട്ടയുടെ വെള്ള മാത്രം അടിച്ച് കഴിച്ചവനാണ്, ജ്യൂസ് അടിച്ചു കുടിച്ചു. ഇല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ മാത്രം മഞ്ഞ എന്നിട്ട് ഉമ്മാക്ക് കൊടുത്തേക്കും, വേറെ എങ്ങനെയെങ്കിലും തീരുന്നോട്ടെ. വല്യുപ്പാക്ക് കൊടുക്കാം, മഞ്ഞ എന്നാ കഴിച്ചോ, മുട്ടയുടെ മഞ്ഞ, വേഗം കൊളസ്ട്രോൾ ഒന്ന് തീരട്ടെ. ഇവനെന്താ മഞ്ഞ വെള്ളം മാത്രം കഴിയുന്നെന്താ? ഇവനോട് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നീ വെള്ളം മാത്രം കഴിച്ചാൽ മതി, ബോഡിയൊക്കെ ഒന്ന് റാഹത്തായി ഫിറ്റാകട്ടെ. ഇങ്ങനെ കഴിച്ച് നടന്നവരാ എത്ര പ്രാവശ്യം പാല് കുടിച്ചു, എത്ര ജ്യൂസ് കുടിച്ചു. ശരീരത്തെ പുഷ്ടപ്പെടുത്തിയില്ലേ? പോഷകാഹാരമുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഇവിടെ വിൽക്കുന്നത് എന്നറിഞ്ഞാൽ അവിടെ എത്ര പേരായിരിക്കും ഇടിച്ചു കയറുക? ആ കടയിലേക്ക് ജനങ്ങൾ മുഴുവൻ ചെന്ന് കയറും, എല്ലാവരും കുടിക്കും, എല്ലാവർക്കും അത് വേണം. കാരണം ബോഡി അത്രത്തോളം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുന്നവർ.
ഫുഡിന്റെ കാര്യത്തിൽ കാസർഗോഡിന്റെ വല്ല മറ്റൊരു ജില്ലയില്ല. ആലിമീങ്ങൾക്ക് കൊടുക്കാനും അവരെ സൽക്കരിക്കാനും വല്ലാത്ത താല്പര്യമുള്ളവരാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാസർഗോഡ് വഅദിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. എന്റെ വല്ലുപ്പ ബഹുമാനപ്പെട്ട ശൈഖുന തഅ്വ ഉസ്താദ് അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആനവർകൾ പാടിയത് അന്ന് ഇവിടെ വന്നിട്ട് വഅദ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട്ടിലോട്ട് കത്തെഴുതിയാണ് എന്റെ ഉമ്മാക്ക്. പഴയ കാലത്ത് ഇപ്പോഴൊന്നുമല്ല, 30 കൊല്ലം മുമ്പുള്ള ബൈത്ത്. കാസർഗോഡ് വഅദിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. ഒരുപാട് കറികളൊക്കെയാണ് കാസർഗോഡുകാർക്ക് എന്ന് പറഞ്ഞ അന്ന് അങ്ങോട്ട് അയച്ചു തന്നെ. അവിടെയൊക്കെ ഒറ്റ കറിയാണ്, ഒരു കറിയും ഒരു ചോറും, ബസ്, അത്രേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെയാണ്. ആരെങ്കിലും ഒരാളും കൂടെ വന്നാൽ ചിലപ്പോൾ ഒരു കറികളും. ഇവിടെ അതല്ലല്ലോ, എത്ര കറികളാണ്. ഇന്നിപ്പോ ഞാൻ ഉണ്ണാൻ പോയി അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യും. എത്ര തരം കറികളാണ്. ആ നാട്ടിലുള്ള ആള് ഉപ്പറ നാട് ഇതല്ല, നെല്ലിക്കട്ടോ മഹല്ലാണ്, അപ്പുറത്താണ് താമസം. അപ്പൊ ആ നാട്ടുകാരെയും ഈ നാട്ടുകാരിലുള്ള ഏകദേശം ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കുകയാണ്. ഭയങ്കര സൽക്കാരാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ വേണം ഭക്ഷണം കൊടുക്കണം എല്ലാവർക്കും. നല്ല സൽക്കാരം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചും നല്ലതുപോലെ കുടിച്ചും ഒക്കെ കഴിയുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നിന്റെ സ്വന്തം കാര്യത്തെ നീ മറക്കാൻ പാടില്ല. പലർക്കും അവിടെയാണ് അബദ്ധം പറ്റുന്നത്. രാവിലെ കട തുറക്കാൻ പോകും, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യും. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഇതിനിടയ്ക്കുള്ള നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മുടെ സ്വന്തം കാര്യം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അങ്ങനെ കൂടെ ഇറങ്ങാൻ പോകുമ്പോൾ ഒരാൾ കൂടെ ഒരു കസ്റ്റമർ വരെ ഉണ്ട്, അയാൾക്ക് വേണ്ടി കടയിലോട്ട് പിന്നെയും കയറി കച്ചവടം നടക്കുക. ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആർക്കാ ഇവിടെ പ്രശ്നം പറ്റുന്നത്? മക്കൾക്ക് കിട്ടേണ്ട സ്വത്ത് കിട്ടി, പക്ഷെ നിനക്ക് കിട്ടേണ്ടതാകും നമസ്കാരം കിട്ടിയില്ല. ഇവിടെയാണ് പ്രശ്നം. നിന്റെ സ്വന്തത്തെ മറക്കാൻ പാടില്ല. എത്രയോ പ്രവാസികളാകുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച പോയിട്ട് പോയപ്പോഴും അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഓർക്കണം, സ്വന്തം കാര്യം ചിന്തിക്കണം. ഒരുപാട് ആളുകൾ സ്വന്തത്തെ മറക്കാൻ. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ പ്രത്യേകിച്ചും. കാരണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അവർ പകലന്തിയോളം അങ്ങനെ പണിയെടുക്കാൻ, സ്വന്തം കാര്യം അവർ മറന്നു പോവാണ്. അശ്രദ്ധമാകുക, സമയമില്ലാതെ വൈകിട്ട് വന്നു, ജോലി തിരക്കെല്ലാം കഴിഞ്ഞു, നമസ്കാരം എല്ലാം കൂടി ഒരുമിച്ച് ജമ്മാക്കുന്ന രീതി പാടില്ല. നിന്റെ സമയം കണ്ടെത്തി നിന്റെ കാര്യത്തെ നീ ശ്രദ്ധിക്കുക. ഒരാളുണ്ടാവൂല നിനക്ക് തുണയ്ക്ക്, ഒരാളുണ്ടാവൂല നിനക്ക് രക്ഷയ്ക്ക്. മരണത്തെ തൊട്ട് നിന്നെ രക്ഷിക്കാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരൂല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നു വരൂല, നിന്റെ കുടുംബാദികൾ വരൂല, ഒരാളും ഉണ്ടാവൂല. അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പായിട്ട് കലിമ ചൊല്ലി നിനക്ക് മരിക്കണോ, തൗബ ചൊല്ലിക്കൊണ്ട് നിനക്ക് മരിക്കണോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂവ് കൊണ്ട് മരിക്കണോ, സ്വർഗം കൊണ്ട് മരിക്കണോ, നീ കൃത്യമായി അമൽ ചെയ്തേ മതിയാവുകയുള്ളൂ. നിന്റെ ആരോഗ്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് പ്രത്യേകം നാളെ മഹ്ശറിലെത്തുമ്പോൾ തന്നെ ചോദിക്കും. قال رسول الله صلى الله عليه وسلم إن أول ما يسأل عنه يوم القيامة عن النعيم. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ആദ്യമായി അല്ലാഹു നിഅമത്തിനെ പറ്റി ചോദിക്കുന്നത് അവന് കൊടുത്തതായ ആരോഗ്യത്തെ പറ്റിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അലം നുസഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാരിദ്. നിന്റെ ശരീരത്തെ നാം പുഷ്ടിപ്പെടുത്തിയില്ലയോ, നിനക്ക് നാം നല്ല ആരോഗ്യം നൽകിയില്ലയോ, എത്ര നല്ല ആഹാരങ്ങളാണ് നിനക്ക് ഞാൻ നൽകിയത്. തിന്മേശയിലേക്ക് കൈ കഴുകി നീ വന്നിരിക്കുമ്പോ നല്ല സുഭിക്ഷമായ ആഹാരങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ. വനുറവീക മിനൽ മാഇൽ ബാരിദ്. ദാഹിച്ച് പരവശനായി നിൽക്കുന്നതായ സമയത്ത് എത്രയോ പ്രാവശ്യം നിനക്ക് ഞാൻ തണുത്ത ജലം നൽകിയില്ലയോ. അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റി ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ യാ ഹബീബല്ലാഹ്. ജനങ്ങൾ വെച്ച്
വെച്ച് ഏറ്റവും നല്ലവനാരാണ് നബിയേ? ഏറ്റവും ഉത്തമനാരാണ് നബിയേ? ജനങ്ങൾ വെച്ച് ഏറ്റവും നല്ലവനാരാണ്? നല്ല ചോദ്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു അത്രേ, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ഈ ഭൗതികമാകുന്ന ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ അല്ലാഹു ആയുസ് കൊടുക്കുകയും ആ ആയുസ്സിൽ ഒരുപാട് നന്മകൾ ചെയ്തവനുമാണ് ഏറ്റവും വലിയ വിജയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 60 വയസ്സ് വരെ ജീവിച്ചവനാണ്, 90 വയസ്സ് വരെ ജീവിച്ചവനാണ്. ആ കാലഘട്ടത്തിൽ അത്രയും നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, പാവങ്ങളെ സഹായിച്ചവനാണ്, നിരാലംബര കവലംബമായവനാണ്. എന്നാൽ അവനാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൻ ശർറുന്നാസി യാ റസൂലല്ലാഹ്, ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് നബി? ഹബീബായ നബി തങ്ങളുടെ കൊടുത്ത മറുപടി വല്ലാത്ത ഹൃദയഭേദകമാണ്. റസൂലുള്ള പറയുകയാ, മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ആ ജീവിച്ച കാലഘട്ടം അത്രയും അവൻ നമസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. എത്രയോ പ്രവാസികളാണ് സൗദിയിലുണ്ട്, പക്ഷേ ഒരു വട്ടം പോലും ഉംറയ്ക്ക് അവന് തൗഫീഖ് കിട്ടിയിട്ടില്ല. ഒരു വട്ടം പോലും പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ റബ്ബവന് തൗഫീഖ് കൊടുത്തിട്ടില്ല. പണമുണ്ടട്ടും പവറുണ്ടായിട്ടും അല്ലാഹുവിന് വേണ്ടുക വേണ്ടയോ ആ മനുഷ്യൻ അതിനെ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ വ്യക്തികളില്ലയോ 60ഉം 90ഉം വയസ്സുമൊക്കെ ജീവിച്ചു തീർത്തതായ സഹോദര സഹോദരിമാരില്ലയോ? ഈ ദുനിയാവിൽ തന്നെ വന്ന സമയങ്ങൾ മുഴുവനും മുഖവിലക്കെടുക്കാതെ കളിച്ചും രസിച്ചും സിനിമാ ടാക്കീസിലേക്ക് പോയി കൂട്ടുകാരുമായിട്ട് സിനിമകൾ കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ചവനാ. കള്ളുകുടിച്ചുകൊണ്ടും ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടും തന്റെ സമയത്തെ അവൻ കൊന്നുകളഞ്ഞവനാണ്. ഹറാമായ രീതിയിലേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാ. ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു നന്മയും അവന്റെ ജീവിതത്തിലില്ല. അങ്ങനത്തെ സഹോദര സഹോദരിമാരുണ്ടോ? അവരാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, ആയുസ്സും നൽകി, എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല എങ്കിൽ എത്ര വലിയ വിഡ്ഢികളാണ് നമ്മൾ. ആയുസ് നൽകി, ആരോഗ്യം നൽകി, നല്ല ആഫിയത്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാനുള്ളതാകുന്ന കൂവത്തുണ്ട്. എത്രയോ സഹോദരങ്ങളുണ്ട് അംഗവൈകല്യമുള്ളവർ പള്ളിയിൽ വരണമെന്ന് ആശിക്കുന്നുണ്ട്, പക്ഷെ ഒരാളുടെ സഹായമില്ലാതെ, അവർ മറ്റൊരാളുടെ പരിസഹായമില്ലാതെ വരാൻ പറ്റാത്തവർ. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ശരീരത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. വല്ലാത്തർത്ഥമാണ്, വല്ലാത്തർത്ഥമാണ്. വിജയത്തിലേക്ക് വരൂ എന്നാണ് വിളിക്കുന്നത്. വിജയത്തിലേക്ക് വരൂ. നമ്മളപ്പോ ഇത് കേൾക്കുമ്പോ വരാതെ എന്നാൽ നാശത്തിലേക്കുള്ള പോക്കാണ്. അല്ലാഹു ആക്കട്ടെ. അന്ധനായ ഒരു സഹാബി വരെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് അഫൗസല്ലി ഫീ ബൈതി യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യനാണ് ഞാൻ. എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും എനിക്ക് തുണയില്ല നബിയേ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിക്കട്ടെയോ? നമസ്കരിക്കാതിരിക്കൂല, പക്ഷെ വീട്ടിലായിരിക്കും നിസ്കരിക്കുക. കാരണം പള്ളിയിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം കണ്ണ് കാണൂല, ഒരാളും എന്നെ സഹായിക്കാനില്ല. ലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളും ഇല്ല. അതുകൊണ്ട് നബി എനിക്കൊന്ന് ഇളവ് നൽകണം, വീട്ടിൽ നിസ്കരിച്ചോളാം, ഞാൻ ജമാഅത്തിന് വരാൻ എനിക്ക് പ്രയാസം. സഹാബി വരിക
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഖസ ലഹു, അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. ശരി, നീ വീട്ടിൽ നിസ്കരിച്ചാൽ. കാരണം എന്താ കാരണം? നീ അന്ധനാണ്, സുഖമില്ലാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ നിസ്കരിക്കണം കേട്ടോ, വീട്ടിൽ തന്നെ. ഓക്കെ, അദ്ദേഹം കൊണ്ട് തിരിഞ്ഞു. ഫലമ്മാ വല്ല, രണ്ടടി പുറകോട്ടങ്ങോട്ട് നടന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബി വര്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തസ്മഉൻ നിദാ, ഹൽ തസ്മഉൻ നിദാ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ശ്രവണ സുന്ദരമായ ബാങ്കുലി നിന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുന്നുണ്ടോ? നിനക്ക് ബാങ്ക് വിളി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫഖാല സ്വഹാബി, ആ സ്വഹാബി വരും പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കും നബിയേ, എന്റെ കാതിന് കുഴപ്പമില്ല നബിയേ, എന്റെ കണ്ണിനാണ് പ്രശ്നം യാ റസൂലല്ലാഹ്. കാതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ പറ്റും.